ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തുളസി വെച്ചുകൊണ്ടുള്ള നല്ലൊരു ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ തുളസി ചമ്മന്തി. നല്ല ചൂട് ചോറ് ഈ ചമ്മന്തിയും ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ഊണ് കുശാലാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചമ്മന്തി. ഈ ചമ്മന്തിയും ചൂട് ചോറും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ തുളസിയുടെ മണവും ഈ തുളസിക്ക് വേറെയൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും ഈ ചമ്മന്തി. ഈ തുളസി വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. പിന്നെ ചമ്മന്തിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ചമ്മന്തി ഇട്ട് പിന്നെ വേറെ കറികളൊന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുകയും വേണം. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കാണുന്ന ഈ തുളസിയാണ് ഞാനിന്ന് ചമ്മന്തി അരക്കാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അധികം വീട്ടിൽ ഈ തുളസി കാണാറുണ്ട്. നല്ലൊരു തുളസിയാണ്, നമ്മുടെ ഡൈജഷന് പറ്റിയൊരു തുളസിയാണിത്. ഞാനിവിടെ ഇതാ തുളസി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് തേങ്ങ, ഒരു അരമുറി തേങ്ങ, പിന്നെ ഒരു 5-6 കാന്താരി, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഒരു 4 സൈസ് വെളുത്തുള്ളി, പിന്നെ വേണ്ടത് പുളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഉള്ളത് ജീരകമാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ ഒരു അരമുറി തേങ്ങ, നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ തുളസി. അതുപോലെ എരിവ് നോക്കി ചേർത്താൽ മതി കേട്ടോ. കാന്താരി ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവായിരിക്കും. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തുളസി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ്.